ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് മുരിങ്ങയ്ക്കായും പടവലങ്ങായും തക്കാളിയൊക്കെ ഇട്ട് ചെറിയ ചെമ്മീൻ ഇട്ടിട്ടൊരു വെള്ളച്ചാറ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കഴുകിയെടുക്കാം. ഞാൻ ഇതിൻ്റെ ഒന്നും തൊലി കളയത്തില്ല. ഇതൊക്കെ ഞാൻ മുരിങ്ങയ്ക്കായുടെയൊക്കെ തൊലി കളയേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഞാൻ ഒന്നും കളയത്തില്ല. അപ്പോൾ ഇത് നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ചെമ്മീൻ ഇതാണ്, ചെറിയ ചെമ്മീനാണ്. അപ്പോൾ ഇതിട്ടൊരു വെള്ളച്ചാറ് വയ്ക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം നല്ലപോലെ കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇതിനകത്ത് പടവലങ്ങയും തക്കാളി പച്ചമുളകും മുരിങ്ങയ്ക്കായുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഇതൊന്നും തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെമ്മീൻ കഴുകിയിടാം. അപ്പോൾ ചെമ്മീനും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് കഴിയുമ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് ഇതിലേക്ക് ചേർക്കാം. പിന്നെ കടുകും കറിവേപ്പിലയും താളിച്ചിട്ടാൽ പെട്ടെന്ന് വെള്ളയാണം എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. വെള്ളയാണോ എന്നാണ്. എന്തും അതിന് മറ്റുള്ളിടത്ത് പറയുന്നത് എനിക്കറിയില്ല. ഞാനിതിന് പറയുന്നത് വെള്ളയാണോ എന്നാണ്. പിന്നെ തേങ്ങ അരച്ച് വെള്ളക്കറി വെക്കുന്നു അങ്ങനെയും പറയും. അപ്പോൾ ഇതിന് വേറെ വല്ല പേരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേക്കും തേങ്ങ ഇങ്ങനെ അടന്നുപോയി. പിന്നെ ഞാനിതിങ്ങനെ മുറിച്ചെടുത്താലും ചുരണ്ടിയെടുത്താലും അരഞ്ഞു കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇത് മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. മുരിങ്ങയ്ക്കായും പടവലങ്ങയും തക്കാളിയും ഒരുവിധം തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെറിയ ചെമ്മീനാണ്, വെന്ത് കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല. നല്ലപോലെ വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ടെടുക്കാം. ഇപ്പം തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം. ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു തിള വരാൻ നിൽക്കരുത്. തിള വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പത പോലെ വരുമല്ലോ, അപ്പോൾ തന്നെ നിർത്തിയേക്കണം. ഇല്ല പിന്നെ പിരിഞ്ഞു പോകും. എന്നിട്ട് പിന്നെ കടുകും കറിവേപ്പിലയും നമുക്ക് താളിച്ചൊഴിക്കാം. അപ്പം വെള്ളയാണ് തയ്യാർ, വെള്ളച്ചാറ്. ഇന്ന് കിട്ടിയത് സിലോപ്പിയാണ്. പിന്നെ സിലോപ്പി കഴിക്കാത്ത ഒരാൾക്ക് വേണ്ടി ഒരു ഉണ്ണിമേരിയും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യത്തില്ല. മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈയറിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിൽ തടയിട്ട് പൊരിക്കത്തേ ഉള്ളൂ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഫ്രൈയർ നിർത്തി. ഒരുപാട് ഫ്രൈ ഐറ്റംസ് കഴിക്കുമായിരുന്നു, ചിപ്സും അതും ഇതൊക്കെ. അതൊക്കെ നിർത്തി. ഇപ്പം ഫ്രൈയറിൽ വെച്ച് ചെയ്യാൻ തുടങ്ങി. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അരപ്പെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഈ ബബിൾസ് പോലെ വരത്തില്ലേ, ആ സമയത്ത് നിർത്താം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നോര വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ.
ഇനി നിർത്താം നമുക്ക്. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ചൊഴിക്കാം. അപ്പം കറി റെഡിയാവും. ഇനി താളിച്ചത് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളയാണ്. ഇനി ഇതിൻ്റെ കൂടെ സിലോപ്പി കൂടെ വറുക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ വെള്ളയാണ് തയ്യാറായിട്ടുണ്ട്. ഇത് അടച്ച് വെക്കട്ടെ. അപ്പോൾ മീനൊക്കെ ഞാൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് ഇത് ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുക. ഇനി നമുക്കിത് ഫ്രയറിലോട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രയറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി എണ്ണ തടകിയിട്ട് മീൻ വയ്ക്കാം. 2 എണ്ണം വീതം വെച്ച് ഫ്രൈ ചെയ്യാനേ പറ്റത്തുള്ളൂ, വലിയ മീനായത് കാരണമേ. അപ്പോൾ ഞാനിത് വെച്ചിട്ട് പുറത്ത് കുറച്ച് അല്പം ഒരു 1/2 ടീസ്പൂൺ വീതം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. ഇപ്പം 150 ഡിഗ്രി സെൽഷ്യസിൽ ടൈം സെറ്റ് ചെയ്യാം. ഇനി ടൈം ഒരു 10 മിനിറ്റ് ആദ്യം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത സൈഡ് 10 മിനിറ്റ് ഇട്ട് കഴിക്കാം. അപ്പോൾ അത് വേവട്ടെ, അല്ല ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എണ്ണയില്ലാതെ പൊരിച്ചുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടെന്നൊന്നും കരുതണ്ട. നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന അതിന് ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you.